അതിപ്രാചീനമായ ഒരു ചൈനീസ് ദാർശനിക പ്രസ്ഥാനവും മതവുമാണ് താവോയിസം. താവോ എന്ന വാക്കിന്റെ അർത്ഥം മാർഗം എന്ന്. മതപരിവേഷം ഉണ്ടാകും മുൻപ് താവോയിസം ചൈനയിലാകമാനം പ്രചാരം നേടിയ ഒരു ജീവിതവീക്ഷണമായിരുന്നു. പ്രകൃതിയുടെ മാർഗം, സ്വാഭാവികതയുടെ മാർഗം എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന താവോയിസം വിവേകപൂർവ്വം ജീവിക്കുവാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. പ്രപഞ്ചത്തിന്റെ പ്രവാഹം എന്നർത്ഥം വരുന്ന താവോ, ടാവ്, നന്മ നിറഞ്ഞ ചലനാത്മകമായ ജീവിതം അഥവാ പ്രവർത്തനോന്മുഖ എന്ന വു വേ, ലാളിത്യത്തെ കുറിക്കുന്ന പു എന്നിവയാണ് താവോയിസത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ. ചൈനയിലെ ജ്യോതിശാസ്ത്രം, പാചകവിധികൾ, ആയോധനകലകൾ എന്നിവയിലെല്ലാം താവോയിസത്തിന്റെ സ്വാധീനം തെളിഞ്ഞു കാണാം. ലാവോസി തിരുത്തുക. ലാവോസി BC 604 മുതൽ 517 അദ്ദേഹത്തിന്റെ ജീവിതകാലം. അദ്ദേഹമാണ് താവോ മതസ്ഥാപകൻ. ചൈനയിലെ ബുദ്ധൻ എന്ന അപരനാമത്തിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. താവോ എന്ന ചൈനീസ് വാക്കിന് മാർഗം എന്നാണ് അർത്ഥം. എന്നാൽ താവോമതം, ദൗമതം എന്നിങ്ങനെയും താവോയിസം വ്യവഹരിക്കപ്പെടുന്നുണ്ട്. അതിപ്രാചീനമായ സാംസ്കാരിക പാരമ്പര്യം സ്വായത്തമായുള്ള ചൈനക്കാരുടെ ആദ്യകാല മതവിശ്വാസങ്ങളിൽ പോലും ആധ്യാത്മികതയുടെ ഭാസുരഭാവങ്ങൾ കാണാൻ കഴിയും. പ്രപഞ്ചത്തിന് കാരണവും നിയാമകവുമായ ഒരു സത്തയെ സർവശക്തൻ, മോക്ഷം, മാർഗം തുടങ്ങിയ വ്യത്യസ്ത പേരുകളിൽ അവർ അംഗീകരിച്ചിരുന്നതായി താവോ തേ കിങ് എന്ന പ്രാമാണിക ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു. തേ എന്ന പദം ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ കാലഘട്ടം ചൈനയിലെ തേയുടെ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇക്കാലത്ത് അറിവിന് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ജോലിക്കായി ആരെയും എവിടെയും നിയമിച്ചിരുന്നുമില്ല. ഉന്നതന്മാരെന്നോ അധമന്മാരെന്നോ ഭേദവുമില്ലായിരുന്നു. ജനങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരായി വിഹരിച്ചിരുന്നു. അവർ ഋജുബുദ്ധികളും സദാചാരനിഷ്ഠരും സദ്ഗുണസമ്പന്നരുമായിരുന്നു. വിശ്വാസ്യത എന്തെന്ന് പ്രത്യേകം പഠിക്കാതെ തന്നെ ജനങ്ങൾ പരസ്പരം വിശ്വസ്തത പുലർത്തിപ്പോന്നു. ഈ കാലഘട്ടമാണ് ലാവോസി എന്ന പ്രഥമ ഗുരുവിന്റെ ഉപദേശത്തോടെ താവോമതത്തിന്റെ തത്വസംഹിതക്ക് അടിത്തറ പാകിയത്. ലാവോസി കൺഫ്യൂഷ്യസിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രഥമഗണനീയനായ വേദാന്തിയായിരുന്നു. ലാവോസി എന്ന ചൈനീസ് പേരിന് പ്രഥമ ഗുരു എന്നാണ് അർത്ഥം. താവോമതത്തിന്റെ പ്രാമാണിക ഗ്രന്ഥമാണ് താവോ തേയിങ്. ഒറ്റ രാത്രി കൊണ്ടാണ് ലാവോസി ഈ ഗ്രന്ഥം രചിച്ചത്. താവോ തേയിങ്ങിൽ താവോ എന്നും തേ എന്നും 2 ഭാഗങ്ങളിലായി 5000-നുമേൽ വാക്കുകളുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. വെറും ശുഷ്കമായ ഒരു വേദാന്ത ഗ്രന്ഥമായി ഇതിനെ കരുതാനാവില്ലെന്നും മഹനീയമായ നിരവധി ഗുണപാഠങ്ങളടങ്ങിയ വിശിഷ്ട തത്വശാസ്ത്ര ഗ്രന്ഥമായാണ് ഇതിനെ കാണേണ്ടതെന്നുമാണ് ലാവോസി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതിലെ താവോയും തേയും ജീവശക്തി വഹിക്കുന്നു എന്നാണ് സങ്കല്പം. അവയെ രണ്ടിനെയും ഉൾക്കൊള്ളുവാൻ കഴിവുള്ള ഗ്രന്ഥമായ കിങ് എന്ന 3ാം ഭാഗവും കൂടെ ചേർക്കുമ്പോൾ മാത്രമേ